ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശിവാലയ. അപ്പം ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നത്. അമ്മ ക്യാമറ അങ്ങോട്ട് തിരിക്ക്. ഇതാണ് അനീതി. ശരിക്കുള്ള പേര് നിവേദ്യ. ഞങ്ങൾ ഇവിടെ വിളിക്കണം അമ്മു. അപ്പം ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്, ഞാൻ ഇവിടെ വന്നതിന് മുമ്പ് കുറച്ച് ഷെൽസ് ഇങ്ങനെ പിസ്തയുടെ ഷെൽസ് കുറച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. സിൽവർ, വേറൊരു കളറ്, പിന്നെ ഗോൾഡ്, ഈ ഒരു പൂവിൻ്റെ, പിന്നെ പിങ്ക്, പിന്നെ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കിയൊരു കളറ്, പിന്നെ വേറൊരു പിങ്ക്, പിന്നെ ലൈറ്റ് പിങ്ക്, ഒരു വയലറ്റ് ഉണ്ട്, പിന്നെ ഒരു പർപ്പിൾ പിങ്ക്, ഒരു വയലറ്റ്, പിന്നെ ഒരു പർപ്പിൾ ഷെല്ല്, പിന്നെ ഡാർക്ക് പിങ്ക്, പിന്നെ റെഡ്. ഇവിടെ ഒരു കളർ, ഒരു സാധാ കളർ, സ്കിന്നാണ്. അതെ, 3 എണ്ണം ഈ സ്കിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇത് ബ്ലൂ, പിങ്ക്, പിന്നെ ഒരു ഷെയ്ഡ്, പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഫ്ലാഗ്, പിന്നെ ഒരു യെല്ലോ, പിന്നെ നമ്മുടെ സിൽവർ കളർ. അപ്പം നമ്മൾ ഇന്ന് ഇത്രയും പിസ്ത ഷെൽസ് വെച്ച് കളർ അടിക്കാം. തുടങ്ങാം. നമ്മളപ്പം ബ്രഷ് പെൻ വെച്ചിട്ടാണ് ചെയ്യണത്. ഇതിൽ അക്രലിക് പെയിൻറ്റും പിന്നെ ബ്രഷ് പെൻസും ചെയ്യാൻ പറ്റും. നിങ്ങൾ വീട്ടിലൊന്ന് പിസ്ത ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ പിസ്ത മേടിച്ചിട്ടാണെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതൊക്കെ അങ്ങോട്ട് ആ സൈഡിലോട്ട് മാറ്റി വെച്ചേക്കേ. എന്നിട്ട് നമ്മുടെ ബ്രഷ് പെൻസ് 24 കളറുള്ള ബ്രഷ് പെൻസ് നമ്മളെടുത്തോ, നടുക്ക് വെച്ചു. ഞാൻ കുറച്ച് സെൽസ് തരാം. അത് മൊത്തം കളർ കുറച്ച് മുത്ത് അതിനകത്തുണ്ട്. അതൊക്കെ തന്നെ ഞങ്ങളുണ്ടല്ലോ ഒരു ബ്രേസ്ലെറ്റ്, ഈ ബ്രേസ്ലെറ്റ് ഇല്ലേ, ഇവൾക്ക് ഒരെണ്ണം കൊടുത്തതാ. അപ്പം തന്നെ ആ നിമിഷം തന്നെ പൊട്ടിച്ചു കളഞ്ഞു, പൊട്ടിപ്പോയി. അല്ലെങ്കിൽ മുത്തതാ. അതിൻ്റെ മുത്ത് ഞങ്ങൾ ഇതിനകത്ത് ശേഖരിച്ച് വെച്ചേക്കുക. അതുകൊണ്ട് ഇതൊക്കെ പുറത്തോട്ട് വരുമ്പോൾ അവിടെ എടുത്തു തരാൻ പറയും. പിന്നെ ഞാനും കുറച്ചെടുക്കാം. ഇതിൻ്റെ ഒരു സാധനം ഒരു എന്നാണ് ബ്രൗൺ ആയിട്ട്. അപ്പം ഞാനും സെലക്ട് ചെയ്ത് കളർ അടിക്കുവാണ് ഞങ്ങള്. അപ്പം ഞാൻ ഫസ്റ്റ് ഇത് ഒരു ഡാർക്ക്, ഇതൊരു ഫാൻസി തീം, ഇതൊരു റെയിൻബോ തീം. ഇത് രണ്ടും നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാവേ. അങ്ങനെ വേണ്ടടോ, സാധാരണ ചെയ്താൽ ഇഷ്ടമുള്ള കളർ എടുത്തിട്ടാണ് ഞങ്ങളപ്പം ചെയ്യാൻ പോകുന്നത്. നല്ല കണ്ണടയ്ക്കൊന്നും വേണ്ട, വെറുതെ എടുത്താൽ മതി. ഞാൻ ആദ്യം അടിയിലുള്ളത് പൊളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൊളിച്ചു തന്നാൽ മതി, ഇഷ്ടമില്ലെങ്കിൽ പൊളിച്ചു വേണ്ട. ഞാനിപ്പം എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ചു കളയത് നോക്കുക. ഈ പർപ്പിളാണ് പോയി, ഈ ഒരു ലൈറ്റ് പർപ്പിളാണ്. ലൈറ്റ് പർപ്പിൾ അല്ലത്, ലാവൻഡർ ആണ്. ലാവൻഡർ അവൾ എടുത്തിട്ടുണ്ട്. അപ്പം ഞാനെടുത്ത ഒരു ഗോൾഡും കൂടി എടുക്കാന്ന് വിചാരിച്ചു. ഗോൾഡ് അല്ല, സിൽവർ എടുക്കാന്ന് വിചാരിച്ചു. അടുത്തത് ഞാൻ ഗോൾഡ് എടുക്കാന്ന് വിചാരിക്കുകയാണ്. വേറെ നല്ലൊരു ഷെല്ല് കിട്ടി എനിക്ക്. ഏതാണ്? ഇതുണ്ടോ? അല്ല, ഒരു കറയും ഇല്ലാത്തൊരു ഷെല്ല്. അപ്പം അതിൽ നമുക്ക് ചെയ്യാം. ഇവിടെ അതിൽ ചെയ്യാം. നന്നായിട്ട് ചെയ്യണം, ഒരു ഗ്യാപ്പും വരില്ല. ഇയാള് ഗ്യാപ്പ് ഉണ്ടാക്കണ ആളാണ്, അതുകൊണ്ടാണ് ഞാൻ ഗ്യാപ്പൊന്നും വരുത്തല്ലെന്ന് പറയണം. ഞാൻ പുറത്തും കളയും, ചില സമയത്ത് ഗ്യാപ്പും ആവും. ഇപ്പൊ തെന്നിപ്പോയി. ഞാൻ ശരിക്കും ഇങ്ങനെ വെച്ചിട്ടല്ല അടിക്കണത്. പോയി താഴെ പോയത് എന്നിട്ട് മണ്ണൊന്നും ആയിട്ടില്ല. ഞാൻ ശരിക്കും ഇങ്ങനെ വെച്ചാണ് അടിക്കുന്നത്. ഞാൻ കാണിക്കേ, ഇങ്ങനെ വെച്ചാണ് അടിക്കുന്നത്. ഇവിടെ ഈ കൈയില്ലേ, അത് ഇങ്ങോട്ട് കയറ്റി വെച്ചിട്ട് തമ്പ് കൊണ്ട് ഇങ്ങനെ പിടിക്കും. അതാകുമ്പോൾ നമുക്ക് സിമ്പിളാ, അവിടെ വെച്ച് വേണമെങ്കിലും ചെയ്യാം. ടേബിൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ. നമ്മൾ ചെയ്യാണ്ടിരിക്കുകയാണ്. ഇന്നലെ അമ്മ വാട്സപ്പിൽ സ്റ്റാറ്റസ്
വീഡിയോ എടുക്കുക അമ്മ ഇതുപോലെ ഇതന്നെയാണത് അവിടെ കാണിച്ചേ ആ നല്ല ഭംഗിയുണ്ട് ഞാൻ സിൽവർ അടിച്ചു ലാവൻഡർ അടിച്ചു അപ്പം കളർ അടിച്ചൊക്കെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം ഇങ്ങോട്ട് നമ്മൾ മാറ്റി വയ്ക്കണം അയ്യോ എവിടെ ഇതല്ലേ ഇപ്പൊ അടിച്ചത് ഇങ്ങനെ നമുക്ക് ഉണങ്ങാൻ വെക്കണം ഉണങ്ങാൻ വെച്ചില്ലെങ്കിൽ പിന്നെ അത് തൊടുന്നവരൊക്കെ കയ്യിൽ പറ്റും അതാണ് അപ്പം അമ്മ ഞങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കും അത് ഇനി ഞാൻ ഇങ്ങനെ ഗോൾഡ് എടുക്കാൻ പോണേ ഞാൻ ഗോൾഡ് എടുക്കുന്നു അവള് ഞാനാണിങ്ങനെ എനിക്ക് നല്ല ഫ്രഷ് ഇങ്ങനെ സാധനമൊക്കെ പുറത്തുള്ളൂ മൂക്ക് ചെറിയ ഞാൻ ഇവിടെ സ്കെച്ചിന്റെ ഇവിടെ സ്കെച്ച് ഒന്ന് പറ്റിയതാണ് പിന്നെ നമ്മള് വയലറ്റ് അപ്പോൾ ഇത് എന്തൊക്കെയാ ചെയ്യണം അമ്മ ഒന്ന് കാണിച്ചു കൊടുത്തേ മറ്റേ ഷെല്ലിൻ്റെ അകത്തുള്ള സാധനം പൊളിച്ചു കളയാണ് ഞാൻ ഇവിടെ വെക്കുന്നത് തോറും മറന്നു പോവാ പക്ഷെ ഇതത്രയ്ക്ക് ഡാർക്ക് ആവത്തില്ല അടിക്കുമ്പോൾ ഒരു ഡാർക്ക് വരുന്നില്ലേ ഉണങ്ങി കഴിയുമ്പോൾ ഡാർക്ക് മൊത്തം പോകും അത് ശരിയാ ഈച്ചയൊക്കെ സ്കെച്ച് വന്നിരിക്കുന്നു അതാ എടാ ഭയങ്കര ഈച്ചയാണേ നിങ്ങൾ വിചാരിക്കും എന്താ ഒരു ശബ്ദം കേൾക്കുന്നത് ഇത് മഴയാണ് അമ്മയൊന്ന് കാണിച്ചു കൊടുത്തേ നല്ല മഴയാണ് ഇങ്ങോട്ട് കാണിക്കുന്നു അവിടെ കൂടെ നിറച്ച് ഈച്ചയും പിന്നെ മഴയുമാണ് എപ്പോഴും മഴയാണ് പാലക്കാടൊക്കെ മഴ കാണോ ഒന്ന് കമന്റ് ചെയ്തേക്കണേ എവിടെയെങ്കിലുമൊക്കെ മഴ ഇപ്പൊ കുറവുണ്ടോ അതോ കൂടുതലാണോ എന്നും മഴയാണോ നിർത്താണ്ട് പെയ്യുവാണോ എന്താന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യണം അത് ലാസ്റ്റ് പറയണ്ടല്ലേടോ ഇത് ലാസ്റ്റ് ഒന്നും ആയിട്ടില്ല ലാസ്റ്റ് ആകുമല്ലോ കുറച്ച് ഇപ്പൊ തീരാറായിട്ടുണ്ട് വീഡിയോ ഇപ്പൊ ഇൻട്രോ പറയത്തില്ല പക്ഷെ ഞങ്ങളിപ്പോ ഒരു കൺക്ലൂഷനും പറയത്തില്ല ഞാൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് എങ്ങനെയൊക്കെയോ ചെയ്യുന്നുണ്ട് ഇതല്ല എനിക്ക് പിന്നെ ഞാൻ അയ്യോ ഈ സാധനം അയ്യോ തോമ വന്നു തോമ വന്നു നിർത്തുന്നു എണ്ണ നിർത്തല്ല തോമ അവിടെ വെച്ചിട്ടൊന്ന് പോട്ടെ ഞാൻ കടയിൽ ആരോ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ പോട്ടെ അഭിപ്രായം നേരെ കമന്റിലും ചെയ്യാം അപ്പം ലൈക്ക് ഇവിടെ കൈ പെട്ടെന്ന് അടക്കി